ചില്ലറക്കാരനല്ല വിക്രം ഗൌഡ. ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചയാൾ. കേരള പോലീസിന്റെയും തണ്ടർ ബോൾട്ടിന്റെയും പ്രധാന തലവേദന. ആരായിരുന്നു വിക്രം ഗൌഡ? പരിശോധിക്കാം. 28 വർഷമാണ് വിക്രം ഗൌഡയ്ക്കായി വലവിരിച്ച വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ കാത്തിരുന്നത്. ഒളിയുദ്ധത്തെ ഓർമ്മിപ്പിക്കും വിധം അതിവിദഗ്ധമായി നക്സൽ ഓപ്പറേഷനുകൾ നടത്തി കാടുകയറുന്നതിൽ സമർത്ഥൻ. അട്ടപ്പാടി, നിലമ്പൂർ, വയനാട് വനമേഖലയിൽ സജീവമായിരുന്ന വിക്രം ഗൌഡ മാവോയിസ്റ്റ് വിരുദ്ധ സേനയ്ക്ക് പിടിതരാതെ നടക്കുകയായിരുന്നു. നക്സൽ പ്രസ്ഥാനത്തിന്റെ നേത്രാവതി യൂണിറ്റിന്റെ കമാൻഡറായിരുന്നു കർണാടക കബ്ബിനാലെ സ്വദേശിയായ വിക്രം ഗൌഡ. ദക്ഷിണേന്ത്യയിൽ മാവോയിസ്റ്റ് നീക്കങ്ങളുടെ ചുക്കാൻ പിടിച്ച രൂപേഷ് അറസ്റ്റിലായതോടെ നേതൃത്വം ഏറ്റെടുത്തത് വിക്രം ഗൌഡയായിരുന്നു. കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മേഖലാ സമിതിയുടെ ഭാഗമായ കബനിദളം, ഭവാനിദളം എന്നീ പോരാട്ട വിഭാഗങ്ങളുടെ ചുമതല വിക്രം ഗൌഡയ്ക്കായിരുന്നു. മാവോയിസ്റ്റ് മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിയായ വിക്രം ഗൌഡയെ കണ്ടെത്തുന്നവർക്ക് ആന്ധ്രാപ്രദേശ്, കർണാടക സർക്കാരുകൾ നേരത്തെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. 2016 നവംബറിൽ നിലമ്പൂരിൽ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും വെടിയുതിർക്കുകയും ചെയ്തത് വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലായിരുന്നു. 12ഓളം മാവോയിസ്റ്റുകളാണ് വിക്രത്തിന്റെ നേതൃത്വത്തിൽ അന്ന് നിലമ്പൂർ കേന്ദ്രമാക്കി തമ്പടിച്ചിരുന്നത്. കുപ്പസ്വാമി ദേവരാജ്, അജിത എന്നീ മാവോയിസ്റ്റുകൾ അന്നത്തെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. 2018 വയനാട്ടിലെ മേപ്പാടിയിൽ തൊഴിലാളികളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത് ഗൌഡയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. കേരളത്തിന്റെ പശ്ചിമഘട്ട മേഖലയിൽ കേന്ദ്രീകരിച്ചായിരുന്നു വിക്രം ഗൌഡ പ്രവർത്തിച്ചിരുന്നത്. കേരള പോലീസ് കഴിഞ്ഞ വർഷം വിക്രം ഗൌഡ ഉൾപ്പെടെ 25 മാവോയിസ്റ്റ് അംഗങ്ങൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. വിവിധ കേസുകളിൽ പ്രതിയായ ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നായിരുന്നു വയനാട് ജില്ലാ പോലീസ് പുറപ്പെടുവിച്ച നോട്ടീസിൽ വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം നവംബർ 8-നാണ് ചപ്പാരം കോളനിയിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഇതിനുശേഷം വിക്രം ഗൌഡയുടെ സംഘം കർണാടക വനമേഖലയിലേക്ക് മാറുകയായിരുന്നു. പോലീസിന് മുന്നിൽ കീഴടങ്ങാനുള്ള സാധ്യതകൾ അന്വേഷിച്ചു വരികയായിരുന്നു. ഉടുപ്പിയിലെ നക്സൽ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിലും തുടർന്നുള്ള ഏറ്റുമുട്ടലും. റിസോഴ്സ് ഡെസ്ക് 24.